എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കഴിഞ്ഞ ആഴ്ച നമ്മൾ പനീർ ഉണ്ടാക്കി. അപ്പോൾ ഈ ആഴ്ച പനീർ ബട്ടർ മസാല ആക്കിയാലോ? എന്നാ വാ വേഗം വാ, നമുക്ക് എന്തല്ല വേണ്ടതെന്ന് നോക്കാമല്ലോ. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് ഒരു ബേ ലീഫ്, 2 കാടമം, ഏലക്കായ്, 3 ഗ്രാമ്പു, ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 4 വെളുത്തുള്ളി, ഞാൻ 4 വെളുത്തുള്ളി ചെറുതായതുകൊണ്ടാണ് 4 എടുത്തത്, നിങ്ങൾ വലുതാണെങ്കിൽ 2 എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി അതും ഇട്ട് നല്ലോണം ഒന്ന് പൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് പൊടിയായി അരിഞ്ഞ വലിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 പച്ചമുളകും അതും ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചങ്ങിട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലേക്ക് തന്നെ ഒരു 6 തക്കാളി എല്ലാം ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് 5 കാശ്മീരി ചില്ലി, കുരു കളഞ്ഞതാണേ. ഇതുപോലെ എടുത്തിട്ട് കുരു കളഞ്ഞിട്ട്, കുരു ഉണ്ടായാൽ നമുക്ക് എരിവ് കൂടുതലാവും. അപ്പോൾ എരിവില്ലാണ്ടിരിക്കാൻ കളറിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇതുപോലെ എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ നമ്മൾ ചേർക്കാൻ പോകുന്ന 15 അണ്ടിപ്പരിപ്പ്, കണ്ടോ, 15 അണ്ടിപ്പരിപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇളക്കി മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാം. അത് വേവുന്ന സമയം കൊണ്ട് നമുക്കിപ്പുറത്ത് ഒരു കപ്പ് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂണാണ്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് മിക്സ് ചെയ്ത് ഒരു ഭാഗത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മൾ അടുപ്പത്തുള്ള സംഗതി നോക്കാം. അതൊരുവിധം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച മസാല ഉണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കാം. അത് നല്ലോണം എന്നിട്ട് അതിലങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മൂടി വെക്കണ്ട കേട്ടോ, നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നിന്നോട്ടെ. ഒരു 3-4 മിനിറ്റ് കൊണ്ട് വെള്ളം വറ്റി വരും. ഈ സമയത്ത് ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തണുത്തിട്ട് മിക്സി ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കണം. ഇത് തണുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സി ജാറിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട് ഞാൻ. കണ്ടോ, നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് ഉരുകുമ്പോൾ 1 വലിയുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, വളരെ പൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് ചേർക്കേണ്ടത്. അതങ്ങ് കറിയിലങ്ങ് അലിഞ്ഞു പോകണം. അതുപോലെ നല്ലോണം വാട്ടിയെടുക്കുകയും വേണം. നല്ലോണം ആദ്യത്തെ പോലെയല്ല, നല്ല ബ്രൗൺ കളറായി വാടി വന്നതിന് ശേഷം 1 തക്കാളി അതും വളരെ പൊടിയായി അരിഞ്ഞിട്ട് അതും ചേർത്തിട്ട് നല്ലോണം വാട്ടിയെടുക്കാം. നല്ലോണം വാടി വരുമ്പോൾ നല്ലൊരു പേസ്റ്റ് രൂപത്തിലാവും. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മിക്സ് ചേർക്കാം. മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലോണം ആ മിക്സിയെല്ലാം ഒന്ന് കഴുകിയിട്ട് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. കാരണം വെള്ളം ഇപ്പം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് കട്ടിയായിപ്പോയാൽ പിന്നെ ചേർക്കുമ്പോൾ എന്തോ പോലെ ഉണ്ടാവും, നന്നാവില്ല, കറി നന്നാവില്ല. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഈ സമയത്താണ് ഉപ്പ് ചേർക്കേണ്ടത്. ഇതിൻ്റെ മുമ്പേ ചേർത്ത് നമുക്ക് കണക്ക് കിട്ടൂല. അപ്പോൾ അതിന് ശേഷം നല്ല കറി തിളച്ച് വരുമ്പോൾ 1 ടീസ്പൂൺ കസൂരി മേത്തി നല്ലോണം കയ്യിലിട്ട് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ആ തിളക്കുന്നതിലേക്ക് ഇനി 2 ടീസ്പൂൺ തേന് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ
ഫ്രഷ് ക്രീം ചേർക്കലില്ല. ഞാൻ ഇത് മാത്രമേ ഞാൻ ചേർക്കൂ. 2 ടീസ്പൂൺ തേൻ, പിന്നെ കൊറിയാണ്ടർ ലീഫ്, മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇനി പനീർ ഇട്ട് കൊടുക്കാം. ഇത് പനീർ ഞാൻ വീട്ടിലുണ്ടാക്കിയ പനീർ തന്നെയാണ്. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കൊടുത്താലാണ് നമുക്ക് നല്ലത് അല്ലേ? അപ്പം എല്ലാവരും എന്തായാലും പനീർ ഉണ്ടാക്കണം. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് പൊട്ടിപ്പോവാണ്ട് മെല്ലെ ഇളക്കി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കണ്ടോ, എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച കാണുന്നത് വരെ താങ്ക് യു.